ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യെശയ്യാ പ്രവചനം 49 അധ്യായം 16 വാക്യത്തിൽ യഹോവയായ ദൈവം നമുക്ക് ഇന്ന് രാവിലെ സമയം വീണ്ടും ഒരു വാഗ്ദാനത്തിൽ കൂടെ നമ്മെ ഉറപ്പിക്കുന്നു. യഹോവയായ ദൈവം തൻ്റെ ഉള്ളംകരങ്ങളിൽ നമ്മെ വരച്ചിരിക്കുന്നു. എൻ്റെ മതിലുകളെല്ലായ്പ്പോഴും യഹോവയുടെ മുമ്പിലിരിക്കുന്നു. നാം പലപ്പോഴും ഇന്ന് ലോകത്തിൻ്റെ അനിശ്ചിതത്വത്തെ കണ്ടും ലോകത്തിൽ നടക്കുന്ന യുദ്ധങ്ങളെയും പ്രതികൂല സാഹചര്യങ്ങളെയും കണ്ടിട്ട് നമ്മുടെ അവസ്ഥകളെക്കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെട്ടും നിരാശപ്പെട്ടും നമ്മെ ദൈവം ഉപേക്ഷിച്ച് കളഞ്ഞോ എന്നുപോലും ചോദിക്കുന്ന രീതിയിലുള്ളതായ സാഹചര്യങ്ങൾ നമുക്ക് പ്രതികൂലമായിരിക്കുന്ന ഈ പ്രത്യേക അവസ്ഥയിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ഉറപ്പ് വരുത്തുന്നു, ഞാൻ നിന്നെ എൻ്റെ ഉള്ളംകരങ്ങളിൽ വഹിച്ചിരിക്കുന്നു. നിന്റെ മതിലുകൾ എല്ലായ്പ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് നമുക്ക് വാഗ്ദത്തം ചെയ്ത നമ്മുടെ കർത്താവ്, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യനോട് ബന്ധപ്പെട്ട് അവനെ ദൈവത്തിൻ്റെ ഉള്ളംകരത്തിൽ വരച്ചിരിക്കുക. അതെ, ലോകത്തിൻ്റെ പ്രതികൂല സംഭവങ്ങൾ, യുദ്ധത്തിൻ്റെ വലിയ അനുഭവങ്ങൾ നിന്റെ ഭവനത്തിനുള്ളിൽ കടന്നു വന്നാൽ പോലും അതിൽ നിന്നും നമ്മെ വിടുവിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അവൻ കൺമണി പോലെ നമ്മെ കാത്തു സൂക്ഷിക്കാമെന്ന് ധാരാളം പ്രാവശ്യം നമ്മോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഇരിക്കാമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ആ ദൈവിക വാഗ്ദത്തങ്ങളെ ഒരു പ്രാവശ്യം കൂടെ ഉറപ്പ് വരുത്തിക്കൊണ്ട് ദൈവാത്മാവ് രാവിലെ സംസാരിക്കുന്നു, നിന്നെ ഞാൻ എൻ്റെ ഉള്ളംകരങ്ങളിൽ വരച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് ലോകത്തിൻ്റെ അനുഭവങ്ങളെ കണ്ട്, രാജ്യങ്ങളിൽ നടക്കുന്നതായ സംഭവങ്ങളെ കണ്ട് അന്തമെന്താകുമെന്ന് ചിന്തിച്ച് ഭാരപ്പെട്ട് നിരാശപ്പെടുന്ന വ്യക്തികളോട്, കഷ്ടത്തിൽ കൂടെ ഞാൻ കടന്നു പോവുകയാണെന്നല്ലോ, ഈ കഷ്ടതയുടെ തീച്ചൂളയിൽ കൂടെ ഞാൻ വെന്തുരുകി പോകുമല്ലോ എന്നൊക്കെയുള്ള ഭാരം നമ്മെ വഹിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഭയപ്പെടേണ്ട, നിന്നെ ഉള്ളംകരങ്ങളിൽ കർത്താവ് വരച്ചിരിക്കുന്നു. നിന്റെ മതിലുകൾ യഹോവയുടെ മുമ്പിൽ എപ്പോഴും ഇരിക്കുന്നു എന്ന് വച്ചാൽ നിന്റെ വേലി പൊളിക്കണമെങ്കിൽ ദൈവം അനുവദിക്കണം. ദൈവം അനുവദിക്കാതെ തൻ്റെ ഭക്തന്മാരുടെ വേലിയെ പൊളിക്കുവാൻ ഒരു ശത്രുവിനും കഴിയത്തില്ല. വേലി കെട്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഭക്തന്മാരെ കർത്താവിൻ്റെ ഉള്ളംകരങ്ങളിൽ അവൻ വഹിച്ചിരിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, രാവിലെ സമയം ധൈര്യമായിരിക്കുക. ദൈവമാണ് നമ്മെ നിർത്തിയിരിക്കുന്നത്. ദൈവം തൻ്റെ ഉദ്ദേശങ്ങളോടുകൂടെ ഭൂമിയിൽ നമ്മെ ആക്കി വെച്ചിരിക്കുന്നു. ദൈവകൃപയ്ക്കായി പിന്നെയും യാചിച്ചുകൊണ്ട് ദൈവപാദപ്പെടുത്തിലായിരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ വലിയ സംരക്ഷണത്തിനുള്ളിൽ നാം മറഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത്. ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ആമേൻ.